എല്ലാവരും എൻ്റെ അച്ഛനെ സഹായിക്കണം. എൻ്റെ അച്ഛൻ ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്യുന്നുണ്ട്. എൻ്റെ അച്ഛനെ ഒരു ദിവസം രാത്രിയിൽ 3 മണിയായപ്പോഴത്തേക്കും ശ്വാസം മുട്ടിയിട്ട് അവിടെ വരെ നടന്നപ്പോഴത്തേക്കും എൻ്റെ അച്ഛൻ്റെ മൂത്രവും മലവും എല്ലാം പോയി. ഞാൻ ഈ 17 വയസ്സുള്ള ഞാൻ എൻ്റെ അച്ഛനെ കഴിവിച്ചത്. എൻ്റെ അച്ഛനെ കിട്ടുമെന്ന് എനിക്ക് യാതൊരുവിധ ഉറപ്പും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും കിട്ടിയത് എൻ്റെ എന്ത് ദൈവഭാഗ്യ. എനിക്ക് തീരെ നിവൃത്തിയില്ല ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. എന്റെ അച്ഛനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് ഒരു 6 വയസ്സുള്ള കൊച്ചിന്റെ കണ്ണിന് കാഴ്ച വരെ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ അച്ഛനെ സഹായിക്കണം. എനിക്ക് അത്രയും മാത്രമേ പറയാനുള്ളൂ. ചേട്ടന്റെ കൂട്ടുകാരോട് പറയുന്നു ചാച്ചനെ രക്ഷിക്കാൻ. അല്ലാതെ വേറെ മാർഗമില്ല. മരം പോകുന്നില്ല, മൂത്രം പോകുന്നില്ല. പോയാ ഞാൻ അറിയുന്നില്ല. എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. 1 ഗ്ലാസ് വെള്ളം അതിനെനിക്ക് ചെയ്യണം. കൂട്ടുകാരെ നിങ്ങൾ സഹായിക്കണേ. എന്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരമുണ്ട്. ജോഷി പൗര സംഘമാലയാണ്. ഞാനിപ്പോ കായംകുളത്ത് സുനിഷേറിനെ കാണാൻ വന്നേക്കണം. നമ്മുടെ അഭിജിത്തിന്റെ ഫാദറാണ്. ഒരുപാട് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള അഭിജിത്തിനെ നിങ്ങൾ എല്ലാവരും അറിയാലോ. ഇപ്പൊ അഭിജിത്തിന്റെ ഫാദറിന്റെ 2 കിഡ്നി ഫെയിലിയറായി ഇപ്പൊ ചികിത്സയിലാണ്. ആഴ്ചയിൽ 3 ഡയാലിസിസ് ചെയ്താണ് മുമ്പോട്ട് പോകുന്നത്. ആ മോളുടെ കരുത്തിൽ ഞാൻ കാണാൻ പോകരുത്. ഈ കുടുംബത്തിന് നമുക്ക് രക്ഷിച്ചേ പറ്റൂ. എത്ര പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കുന്ന ഹോസ്പിറ്റലിൽ പറഞ്ഞിരിക്കുന്നത് 40 ലക്ഷം രൂപ ചെലവ് വരുന്നുണ്ട്. ഈ കുടുംബത്തിന് അതിനുള്ള വരുമാനം പോലും ഇല്ല. ഈ ചേട്ടനെ രക്ഷിക്കണം. നിങ്ങളുടെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ മുന്നോട്ടുള്ളൂ. കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ ചേട്ടന്റെ പേര് ചികിത്സ അക്കൗണ്ട് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ തുകയെങ്കിലും ഈ ചേട്ടന്റെ ചികിത്സയ്ക്ക് വേണ്ടി അയച്ചു കൊടുത്ത് സഹായിക്കണം. താഴ്മയോടെ ഞങ്ങളോട് അപേക്ഷിക്കുകയാണ്. അതുപോലെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം. എല്ലാവരും എത്തിക്കണം. നമ്മൾ ആവശ്യമില്ലാത്ത ഒരുപാട് വീഡിയോകൾ ഷെയർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇതൊരു ഒരാളുടെ ജീവൻ രക്ഷിക്കാനായിട്ടാണ്. കൈവിടരുത്. നമസ്കാരം, ഞാൻ സാജൻ ചേച്ചിയാണ്. എത്രയും പെട്ടെന്ന് കിഡ്നി മാറ്റിവെക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന് നിങ്ങളുടെ ഓരോരുത്തരുടെ വിലയേറിയ സഹായ സഹകരണം, അത് 1 രൂപയായിക്കോട്ടെ 10 രൂപയായിക്കോട്ടെ, നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് തട്ടി മാറ്റാതെ ഇവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു കൊടുക്കണമെന്ന് താഴ്മയായിട്ട് അപേക്ഷിക്കണം. എല്ലാ കേരളത്തിലെ ചാരിറ്റിക്കാരും ഈ വീഡിയോ കാണുന്ന ആളുകൾ അഭിജിത്തിന്റെ അച്ഛന് വേണ്ടിയിട്ട് ഈ വീഡിയോ മാക്സിമം ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഷെയർ ചെയ്തിട്ട് സഹായിച്ച് ഇവർക്ക് വേണ്ട ഫണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് കൂടെ ഉണ്ടാവണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. ഈ നിങ്ങളുടെ സഹായം മാത്രമേ സുനിഷന്റെ ജീവിതം മുമ്പോട്ട് പോവുള്ളൂ. നമ്മളൊരു വലിയൊരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ നിങ്ങളോട് എല്ലാ കാര്യം പറഞ്ഞതായിരിക്കും. ഞാൻ ബി പ്രദീപ് കുമാർ, പള്ളിക്കൽ ഈസ്റ്റ് വാർഡ് മെമ്പറാണ്. സുനീഷ് ഏതാണ്ട് 5 ഡയാലിസിസ് വീതം ഓരോ ആഴ്ചയും ചെയ്യുക. ആ ഭാരിച്ച കുടുംബത്തിന് ആ തുക താങ്ങുവാൻ മാർഗമില്ലാത്തൊരവസ്ഥ. അദ്ദേഹത്തിന് വൃക്ക മാറ്റിവെക്കുന്നത് ഉൾപ്പെടെ അദ്ദേഹത്തിന് വീണ്ടും ജീവകാരുണ്യ മേഖലയിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരുന്നത് ആവശ്യമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ജീവൻ രക്ഷിക്കുക. കുറെ അധികം നാളുകളായി വലിയ ചികിത്സയിലും ബുദ്ധിമുട്ടിലും കഴിയുക. സുനീഷിന്റെ മകൻ മുൻകൈയെടുത്ത് ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാളാണ്. പക്ഷെ സുനീഷിന് അവസാനം ചെറിയ സഹായങ്ങൾ ചെയ്ത് നമ്മളുടെ കൂട്ടായ്മയിലൂടെ അദ്ദേഹത്തിന്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും ചേർത്ത് പിടിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നത്. ഡയാലിസിസ് 5 തവണയായിട്ട് ചെയ്തിട്ടും പെട്ടെന്ന് ശ്വാസമുട്ടലുണ്ടായി മേപ്പളക്കുറ്റി കൊണ്ടുപോകാനൊക്കെയാണ്. അങ്ങനെ ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും. അങ്ങനെയല്ലെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് ഡയാലിസിസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് മറ്റു മാർഗങ്ങളില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരുടെയും സഹായവും സഹകരണവും ഉണ്ടായിരിക്കണം എന്ന് പറയും. വൃക്കകളും തകരാറിലായി ഒരാഴ്ചയിൽ ഏതാണ്ട് 3ഓളം ഡയാലിസിസ് ചെയ്തിട്ടാണ് ജീവൻ നിലനിർത്തുന്നത്. വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബമാണ്. എനിക്ക് നേരിട്ടറിയാവുന്നതാണ്. അപ്പോൾ ചികിത്സയ്ക്കും മക്കളുടെ വിദ്യാഭ്യാസത്തിനും മറ്റുമെല്ലാം നന്നായി ബുദ്ധിമുട്ടുന്ന ഈ കുടുംബത്തെ സഹായിക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുകയാണ്. അത് കഴിഞ്ഞാൽ വൃക്ക മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയ, അതിനുള്ള പ്രാഥമിക നടപടികളും അതിനുള്ള സാമ്പത്തിക സഹായത്തിന് വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് ഈ കൂട്ടായ്മ നമ്മൾ പങ്കുവയ്ക്കുന്നത്. അതൊരു ജീവന് വേണ്ടി എല്ലാവരുടെയും സഹായവും പിന്തുണയും ഉണ്ടാകും. അദ്ദേഹം ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ തുടർന്നുള്ള ചികിത്സയ്ക്ക് വൃക്ക മറ്റു ശസ്ത്രക്രിയയ്ക്കും ഡയാലിസിസിനും വേണ്ടിയിട്ട് ഈ ഉദ്യമത്തിലേക്ക് എല്ലാ നല്ലവരായ ആൾക്കാരുടെയും സഹകരണങ്ങൾ പിന്തുണയും ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു.